ചാക്കോ സാറുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് കമ്പനിക്ക് എത്ര ഡിജിറ്റൽ കസ്റ്റമർ ഉണ്ട്, ഡിജിറ്റൽ ഡിജിറ്റൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തുക കമ്പനിയുടെ കയ്യിൽ മൂലധനമായിട്ട് ഇരിപ്പുണ്ടോ എന്നാണ്. നല്ല ചോദ്യമല്ലേ. അപ്പോൾ ഇതിന് ചാക്കോ സാർ മറുപടി പറയുന്നത് എത്ര ഡിജിറ്റൽ കസ്റ്റമർ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ കയ്യിൽ മൂലധനമായിട്ട് അത് ഇരിപ്പുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെറ്റാണ്. അങ്ങനെ മൂലധനമായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ ഇത് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 10,000 ഇട്ടവന് അപ്പോൾ തന്നെ 1000 വെച്ച് വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 10% കമ്മീഷൻ ചേർത്തവനും ബാക്കി 18 ലെവലും വീതിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ഐ ഡി അടിച്ചത്. അല്ലാതെ ഇത് മൂലധനമായിട്ട് അങ്ങ് മൂലക്ക് കൊണ്ട് വെക്കാനല്ല എന്നാണ് ചാക്കോ സാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിയാണ് ചാക്കോ സാർ. എന്തായാലും ഈ ഡിജിറ്റൽ ഐ ഡി എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ബിസിനസ്സാണെന്ന് പറയുന്നില്ല. എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? മണി റൊട്ടേഷൻ എന്നുള്ള ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ ഒട്ടുമിക്ക ലീഡർമാരും തുറന്ന് സമ്മതിച്ച ഒരു കാര്യമാണ്. ഷുക്കൂർ അടക്കം തുറന്ന് സമ്മതിച്ച കാര്യമാണ് മണി റൊട്ടേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ചാക്കോ സാർ പറഞ്ഞത് ശരിയാണ്. ചാക്കോ സാറോട് ചോദിക്കും, എന്നാൽ പിന്നെ ഇത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഇല്ലല്ലോ. അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി റൊട്ടേഷൻ, മണി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിജിറ്റൽ ഐ ഡികൾ ഉപയോഗിക്കുന്നതെന്ന് ചാക്കോ സാർ തന്നെ സമ്മതിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് സാർ 212 കോടി എന്താണ് ബിസിനസ്സിന് എടുക്കാതിരുന്നത്? അതെന്തിനാണ് ബാങ്കിലിട്ടത്? മനസ്സിലാകുന്നില്ലല്ലോ. ഇനി ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കടത്താൻ വേണ്ടി കരുതി വെച്ചിരിക്കുന്ന തുകയാണോ ഈ 212 കോടി? അതും അങ്ങ് എടുത്തിട്ട് ബിസിനസ് ചെയ്യാമായിരുന്നില്ലേ? അതെന്തിനാണ് ബാങ്കിൽ? എന്നിട്ട് ആ ബാങ്കുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? വളരെ മോശം.